നമസ്കാരം. സൈക്കോളജി ഫോർ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് DSK അക്കാദമിയിലെ കൗൺസിലറും അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാലയത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുമായ സജന മാം ആണ്. മാം, സ്വാഗതം. നമസ്കാരം. സ്കൂൾ കൗൺസിലിംഗ് എത്രത്തോളം പ്രാധാന്യമുണ്ട്? സ്കൂൾ കൗൺസിലിങ്ങിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം കുട്ടികളുടെ പൊതുവായ പ്രശ്നങ്ങൾ അവരെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. വീട്ടിലായാലും സ്കൂളിലായാലും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അവരെ കേൾക്കാനോ ഒരാളില്ല എന്നുള്ളിടത്തേക്ക് ഒരു സ്കൂൾ കൗൺസിലിങ്ങിൽ എല്ലാ സ്കൂളുകളിലും ഒരു കൗൺസിലർ വേണമെന്നുള്ളത് ഇപ്പോൾ നിയമപ്രകാരം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അത്തരം ഒരു സംവിധാനം എല്ലാ സ്കൂളുകളിലും ആവശ്യമാകുന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ് തുടങ്ങുന്നത്. കാരണം അവരെ കേൾക്കാൻ ഒരാളുണ്ടാവുക, അതാണ് അതിലേറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇമോഷണലി കുറേ പ്രശ്നങ്ങളിലാണ് അവർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ കണ്ടുവരുന്ന ഏറ്റവും സ്കൂളുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതായത് നമ്മളുടെ ജീവിതത്തിൽ തിരക്കുകൾ ഏറുന്നത് പോലെ തന്നെ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് പറയാനൊരിടമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ 2ൽ പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പം വന്നിട്ട് നമ്മളോട് പറയും എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന്. അപ്പം നമുക്ക് അവർക്ക് വരെ അത്രയും ചെറിയ കുട്ടികൾ വരെ അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അത്ര പ്രഷർ വരുന്നത്? അവരെ കേൾക്കാൻ ആളില്ല എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെ അവരെ ബാധിക്കുന്നത് പഠിത്തത്തിൻ്റെ പ്രശ്നങ്ങൾ, പൊതുവായിട്ട് സ്കൂളിൽ വരുന്ന സമയത്ത് അവരിലുണ്ടാവുന്ന ഇമോഷണലായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാവാം, അതല്ലാതെ മറ്റ് പല സ്ഥലത്തു നിന്ന് അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാവാം. പഠനത്തിൽ എത്താൻ പറ്റാത്തതുകൊണ്ട്, അതായത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെ വരുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരം കാര്യങ്ങളൊക്കെ സ്കൂൾ കൗൺസിലിങ്ങിൽ വരാറുണ്ട്. ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ അവർക്ക് പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന്. അപ്പോൾ ആ പഠനത്തിൽ പിന്നോട്ടുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് ഉയർത്താം എന്ന് എങ്ങനെയാണ് സാധിക്കുക? അതെ, ഇപ്പം എല്ലാ വിദ്യാലയങ്ങളിലും ഈ നമ്മൾ സ്കൂൾ കൗൺസിലിംഗ് പറഞ്ഞ പോലെ തന്നെ സ്കൂൾ കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊരു വിഭാഗം കൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് സ്കൂൾ കൗൺസിലിംഗ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ സ്കൂളുകളിലും, മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അതിൻ്റെ പ്രാധാന്യം പറയുന്നത് അവിടെ തന്നെയാണ്. കാരണം ഒരു സൈക്കോളജിസ്റ്റും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും അവർ ചേർന്നിട്ട് ഈ കുട്ടികളെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നതാണ്. കാരണം കുട്ടിക്ക് എവിടെയൊക്കെ ആയിരിക്കും പ്രശ്നം വരിക. അപ്പോൾ നമ്മൾ കുട്ടീനെ പഠന പ്രശ്നങ്ങളോ ഇമോഷണൽ പ്രശ്നങ്ങളോ എന്താണെന്ന് വേർതിരിച്ചറിയാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കാതെ വരും. അപ്പം വീട്ടിലും ടീച്ചർക്കും സ്കൂളിലുള്ള മറ്റ് ആളുകൾ, അത് കുട്ടിയായിട്ട് വരുന്ന കുറച്ച് ആളുകളിലും അവർക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വന്നേക്കാം എന്താണ് കുട്ടിയുടെ പ്രശ്നം എന്നുള്ളത്. അവിടെ കുട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടിയോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ കുട്ടിയുടെ ഫാമിലി ഉണ്ട്, കുട്ടിയുടെ സ്കൂൾ ചുറ്റുപാടുകളുണ്ട്, കുട്ടി വളരുന്ന സമൂഹമുണ്ട്. അപ്പം ഇതിൽ നിന്നും ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടും കുട്ടികളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? കുട്ടിയിൽ വരുന്നത് കുട്ടിയുടെ സൈക്കോ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ കുട്ടിക്ക് മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പഠനത്തിനെ ബാധിക്കാം. അപ്പം ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് കുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പം അവിടെ നടക്കുക ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്തുനിന്ന് കുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഈ കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, കുട്ടി ഒരു സ്കൂൾ കൗൺസിലർ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈപ്പർ ആക്ടിവിറ്റി, കുട്ടി വളരെ ഹൈപ്പറാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ടീച്ചർ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കുട്ടീനെ അയക്കും. അപ്പം അവിടെയാണ് നമ്മൾ തുടങ്ങുന്നുണ്ടാവുക. ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇയാളിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് അവിടെ തൊട്ടിട്ടായിരിക്കും നമ്മൾ അന്വേഷിച്ച് തുടങ്ങുക. ചിലപ്പോൾ ഇവർക്ക് ഇരിക്കാനോ ഇരുന്ന് എഴുതാനോ ഒന്നുമുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് കുട്ടി അങ്ങനെ ആവുന്നു എന്നുള്ള അന്വേഷണം തുടങ്ങി കഴിയുമ്പോഴാണ് പിന്നെ അതിൻ്റെ റീസൺസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പോവുക. അപ്പം ഈ പഠന പ്രശ്നങ്ങൾ അന്വേഷിച്ച് വരുന്ന സമയത്ത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തെത്തുന്നൊരു കുട്ടിക്ക് ആദ്യമായിട്ട് നമ്മൾ കുട്ടിയുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഏത് ഭാഗത്തിൽ നിന്നാണ് കുട്ടിക്ക് പ്രശ്നം വരുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് സമൂഹത്തിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്കൂൾ ചുറ്റുപാടുകളിൽ കുട്ടീനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എന്താണ് കുട്ടിയുടെ പഠന പ്രശ്നത്തിന് പിന്നിലെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തുകയാണ് വേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം
പിന്നീട് നമ്മൾ പോവുക കുട്ടിയുടെ നമ്മൾ പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ ബുദ്ധിയാണല്ലോ നമ്മളതിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ ആദ്യം പിന്നെ ഒരു IQ അസസ്മെൻറ്റിലേക്ക് പോകും. അപ്പോൾ IQ അസസ്മെൻറ്റ് നടത്തിയിട്ടാണ് ഏത് തരം പഠന പ്രശ്നങ്ങളിലാണ് കുട്ടിയുള്ളത് മനസ്സിലാക്കുക. മറ്റ് കുട്ടിയുടെ പുറത്തുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. അതാണെങ്കിൽ നമ്മൾ സൈക്കോളജിക്കലി ഡീൽ ചെയ്യേണ്ട പ്രശ്നങ്ങളിലേക്ക് മാറി അവിടുന്ന് അതിനെ റെക്ടിഫൈ ചെയ്ത് വരികയാണ് ചെയ്യുക. ഇപ്പോൾ സമൂഹത്തിലായാലും അതല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളായാലും സ്കൂളിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും അതിനെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാൻഡമിക് സിറ്റുവേഷൻ, നമ്മൾ ശരിക്കും കുട്ടികളിൽ പഠന പ്രശ്നങ്ങൾ വരാൻ അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥ വരാൻ നമ്മളിപ്പോൾ കൊറോണ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പം നമുക്കറിയാം കൊറോണയുടെ സമയത്ത് ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എത്രത്തോളം നമ്മൾ സപ്പോർട്ടീവ് സിസ്റ്റംസ് പലതും കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് ശേഷം വന്നിട്ടുള്ള കുട്ടികൾക്ക് പഠനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരുടെ ബേസ് നഷ്ടപ്പെട്ടു, അവർക്ക് ശരിയായിട്ടുള്ള പഠന രീതി കിട്ടിയില്ല, ക്ലാസ്സുകളില്ലാതെ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. അപ്പോൾ അത് പലരും കേട്ടു, ചിലർ പഠിച്ചു ചിലർ പഠിച്ചില്ല എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങളും അപ്പം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും കുട്ടീൻ്റെ പഠനത്തിനെ ബാധിക്കും. ഇപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ പൊതുവേ പാരൻസ് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും, നമ്മൾ പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ അവന് പഠിച്ചാൽ പോരെ. പക്ഷെ കുട്ടീനെ വിളിച്ച് ചോദിക്കുമ്പോഴായിരിക്കും നമ്മളറിയുക കുട്ടിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം വീട്ടിലില്ല. അപ്പം എങ്ങനെ പഠിക്കുക? അപ്പം അവർ പാരൻറ്റിനോട് നമ്മളിത് പറയുമ്പം പലപ്പോഴും പ്രതികരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടി അറിയേണ്ടതില്ലല്ലോ, അവിടെ കുട്ടിക്ക് കാര്യമില്ലല്ലോ, അവന് പഠിച്ചാൽ പോരെ അല്ലെങ്കിൽ അവൾക്ക് പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ അത് തെറ്റാണ്. തീർത്തും നമുക്ക് കുട്ടിക്ക് പഠിക്കാനുള്ളൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ക്വാളിറ്റി ടൈമൊക്കെ ഇല്ലാത്ത വീട്ടുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഫാമിലിയും ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ് കുട്ടിയുടെ പഠനത്തിൽ വരുന്ന സമയത്ത്. അപ്പം അത്തരം ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ വരുന്ന കുട്ടികൾക്കും പഠന പ്രശ്നങ്ങൾ ധാരാളം കാണാറുണ്ട്. പിന്നെ വരുന്നത് സ്കൂളാണ്. ഇപ്പോൾ സ്കൂളിലാവുമ്പോൾ സ്കൂളിലുള്ളവർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ സ്കൂൾ അറ്റ്മോസ്ഫിയർ കുട്ടിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. കാരണം സെക്കൻഡ് ഹോം എന്നാണ് നമ്മൾ സ്കൂളിനെ പറയുക. അപ്പോൾ ആ സെക്കൻഡ് ഹോമിലെത്തുന്ന കുട്ടീനെ ആ വീട്ടിൽ കിട്ടുന്ന അതേ വാംനെസ്സോടെ സ്വീകരിക്കാൻ അവിടെ ഒരു അധ്യാപിക ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അധ്യാപകൻ ഉണ്ടായിരിക്കണം. ആ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എങ്ങനെയാണോ കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും കുട്ടിയുടെ ബിഹേവിയർ. കാരണം കുഞ്ഞുനാളിൽ കുട്ടി സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത്, വീട് വിട്ട് സ്കൂളിലേക്ക് എത്തുന്ന കുട്ടിക്ക് അതെൻ്റെ സെക്കൻഡ് ഹോമായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കണം കുട്ടീനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവിടെ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഇപ്പോൾ ഒരു അധ്യാപികയോട് ചിലപ്പോൾ ചില കുട്ടികൾ പറഞ്ഞിട്ട് കേൾക്കാം, ആ ടീച്ചറെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് പഠിക്കുന്നില്ല. അങ്ങനെ വലുതായിട്ടും സബ്ജക്റ്റ് പഠിക്കാതെ മാറ്റി വെച്ച കുട്ടികളെ കണ്ടിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം, ഒരു ടീച്ചറിൽ നിന്ന് കേൾക്കേണ്ടി വന്ന വഴക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ടീച്ചർ എന്തെങ്കിലും പനിഷ്മെൻറ്റ് കൊടുത്തതായിരിക്കാം. ചിലപ്പോൾ അവരത് ഓർത്ത് വെക്കും, അവർ അതിനുശേഷം ആ സബ്ജക്റ്റിനോട് അവർ ഇഷ്ടക്കേട് കാണിക്കും. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ അവരുമായിട്ട് ഇടപഴകുന്നു, അധ്യാപകരെങ്ങനെ കുട്ടികളുമായിട്ട് ഇടപഴകണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലാസ്സുകളിൽ കുട്ടി ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയിലേക്ക് അത് എത്തണമെങ്കിൽ അവരിഷ്ടമുള്ള ടീച്ചറുടെ വിഷയങ്ങളാണെങ്കിൽ, തീർത്തും ടഫുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും കുട്ടി വളരെ ഇൻട്രസ്റ്റോട് കൂടി അത് പഠിക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ അതിലും നമ്മൾ സ്കൂളിൻ്റെ ഫാക്ടർ വരുമ്പോൾ ഇതൊക്കെ വരുന്നുണ്ട് അതിൽ. പിന്നെ സ്കൂളിലുള്ള മറ്റ് സാഹചര്യങ്ങൾ പഠിച്ചെടുക്കാൻ അവന് പറ്റാത്തതാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. അപ്പം എല്ലാ രീതിയിലുള്ള കുട്ടികളും ഒരേ ക്ലാസ് മുറിയിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് പണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല, വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് മറ്റു കുട്ടികളുടെ കൂടെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതില്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഏത് ലെവലിലുള്ള കുട്ടീനെയാണെങ്കിലും ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാൻ നമ്മളെ സംവിധാനം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ടീച്ചേഴ്സും അതിനനുസരിച്ച് ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ പഠനം അവിടെ പൂർണ്ണമാവുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ കുട്ടിയുടെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ IQ അസസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇത്തരം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ മുഴുവൻ നമ്മൾ പരിഗണിച്ചതിന് ശേഷം അവിടെ ഒന്നും പ്രശ്നമില്ല, അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കുട്ടിക്ക് വീണ്ടും കുട്ടി പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ ആ കുട്ടിയുടെ IQ അസസ്മെൻറ്റിലേക്കൊന്ന് പോകും. അപ്പം ആ ബുദ്ധിപരമായ വളർച്ചേനെ വെച്ച് കൊണ്ട് നമുക്ക് എങ്ങനെ പഠനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ അവിടെ ആദ്യം നമ്മൾ നോക്കും കുട്ടിക്ക്
കേൾവിപരമായിട്ടോ കാഴ്ചപരമായിട്ടോ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ കുട്ടിയുടെ ബൈ ബർത്ത് തൊട്ടിട്ടുള്ള അവിടെ തൊട്ടുള്ള മൈൽ സ്റ്റോൺസ് തൊട്ട് നമ്മൾ ചോദിച്ചു തുടങ്ങണമെന്നാണ് പറയുക. കാരണം നമ്മൾക്ക് എവിടെയെങ്കിലും ഇപ്പം നമുക്ക് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരം ഇഷ്യൂസൊക്കെ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുട്ടിയുടെ അന്വേഷണം എവിടെ തൊട്ട് തുടങ്ങുന്നുണ്ടാവും? ബൈ ബർത്ത്. ആ ബർത്ത് ടൈം നോർമൽ ആയിരുന്നോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അതിന് കൺസീവ് ചെയ്ത സമയത്ത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ, ഇവിടം തൊട്ട് ശരിക്കും തുടങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അവിടം തൊട്ട് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയാലേ റിയലായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ IQ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്കറിയാലോ. നമ്മൾ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, അതായത് ഒരു സർട്ടൺ 17 ബിലോ വരുന്ന കുട്ടികൾ നമുക്ക് ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിലേക്ക് വരുന്ന കുട്ടികളാണ്. അതിനിടയ്ക്ക് വരുന്നവർ പഠന പിന്നോക്ക അവസ്ഥയിലുള്ളവരാണ്, സ്ലോ ലേണേഴ്സാണ്, ഡൽ നോർമൽ IQ. അപ്പം അവർ പിന്നെ പഠന പിന്നോക്കാവസ്ഥയുള്ളവർക്കും ബുദ്ധിമാന്ദ്യമുള്ളവരും സാധാരണ ശരാശരി ബുദ്ധിശക്തി ഉണ്ടാവുകയും എന്നിട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഈ എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികളും നമ്മളുടെ ഇടയിലുണ്ടാവും. അപ്പം ഇതിൽ വരുന്ന ഒരു കാറ്റഗറി മാത്രമാണ് പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പം നമ്മൾ എല്ലാവിധം കുട്ടികളും നമ്മളുടെ ക്ലാസ് റൂമിലുണ്ടാവും. അപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടി ഉണ്ടാവാം, പിന്നെ സ്ലോ ലേണർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം, പഠന വൈകല്യമുള്ള കുട്ടികളുണ്ടാവാം. പഠന വൈകല്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ശരാശരി ബുദ്ധിശക്തി കുട്ടികൾക്ക് ഉണ്ടാവുകയും എന്നിട്ടും കുട്ടിക്ക് എഴുതാനോ വായിക്കാനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പഠന വൈകല്യം എന്ന് പറയാം. അപ്പം ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടീൻ്റെ ബൈ ബർത്ത് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കി എവിടെയാണ് കുട്ടിക്ക് പ്രശ്നം വരുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ സ്കൂളുകളിൽ കുട്ടി എങ്ങനെയാണ് ആ ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അവരൊക്കെ അവരുടെ ടീച്ചേഴ്സിനോട് തിരിച്ച് പെരുമാറുകയാണ്. ചേച്ചി എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ ഒന്ന് പറയാം? സ്കൂളുകളിൽ കുട്ടി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ടീച്ചറുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മുമ്പൊക്കെ നമ്മൾ പറയുന്ന കാലഘട്ടത്തിൽ നമുക്ക് ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. കാരണം ടീച്ചർക്കാണ് പ്രയോറിറ്റി ഉള്ളത്. ടീച്ചർ എന്ത് കൊടുക്കുന്നോ അതിനെ മനസ്സിലാക്കി എടുത്തു പോവുകയാണ് കുട്ടികൾ. ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് ആണ്. അപ്പം നമ്മൾ അവനെ വളരാൻ അനുവദിക്കുകയാണ്. നമ്മളൊരു വര വെച്ചിട്ട് അവിടേക്ക് നീ എത്തൂ എന്ന് പറയുകയല്ല വേണ്ടത്. പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിയിട്ട് ആ ബുദ്ധിമുട്ടുകളെ എങ്ങനെ അവർക്ക് ഓവർകം ചെയ്യാന്നുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കുട്ടീൻ്റെ ബുദ്ധിശക്തിക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കുട്ടിക്ക് കാര്യങ്ങൾ ഉൾക്കൊണ്ട് വളരാൻ കുട്ടീനെ സഹായിക്കുക. ഇതാണ് നിലവിൽ സംഭവിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കുട്ടീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെയാണ് ഉണർത്തുന്നത്. കാരണം അവൻ കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട കാര്യങ്ങളെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും അത് എങ്ങനെ അവൻ്റെ രീതിയിൽ അവന് ഉപയോഗപ്പെടുത്താമെന്നും ചെറുപ്പത്തിൽ തൊട്ടേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ടീച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി കുട്ടീൻ്റെ കഴിവുകളെ, കുട്ടീൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ, ഇപ്പം ഏത് തരത്തിലുള്ള കുട്ടിയായാലും ശരി, ആ ബുദ്ധീൻ്റെ ഒരു പിന്നെ ഡിസ്ക്രിമിനേഷനോ ഒന്നുമില്ലാതെ ആ കുട്ടിക്ക് കഴിയുന്ന കുട്ടീൻ്റെ കഴിവുകളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് ഉയർത്തി കൊണ്ടുവരിക. അതാണ് ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ ചെയ്യുന്നത്. അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേച്ചി നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഇതാണ് നമ്മുടെ അവിടെ അവർക്ക് അറിയാം ആ കുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് ആ പാരൻസ് ഉൾക്കൊള്ളുന്നില്ല. എന്നിട്ട് പറയാണ് ഇനി ഈ കോഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതിനോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അത് നമ്മളെ പാരൻസിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് മാതാപിതാക്കൾക്ക് എന്താ വെച്ചാൽ നമ്മളൊരു വര വരച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മളൊരു റോള് കുട്ടിക്ക് വേണ്ടി കണ്ടുവയ്ക്കുക. എന്നിട്ട് നീ അവിടേക്ക് എത്തണമെന്ന് കുട്ടീനോട് പറയുക. അത് ചിലപ്പം പണ്ടത്തെ പോലെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചേൽപ്പിക്കുന്ന പാരൻസ് ഇല്ലെങ്കിൽ പോലും ഇവരുടെ എക്സ്പെക്റ്റേഷൻസിലേക്ക് കുട്ടീനെ എത്തിക്കാനാണ് മിക്കവാറും മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ അതല്ല വേണ്ടതെന്നാണ് അവരാദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം കുട്ടിയുടെ താല്പര്യം എന്താണോ,
കുട്ടിക്ക് എന്തിലാണോ എക്സൽ ചെയ്യാൻ കഴിയുക, കുട്ടിക്ക് പല കഴിവുകളുണ്ടാവും. ഇപ്പോൾ നമുക്ക് അറിയാലോ നമ്മുടെ സ്കിൽസ്, നമ്മളുടെ പെർഫോമൻസ് ഇതൊക്കെ വെച്ചിട്ട്. അപ്പം എവിടേക്കാണോ കുട്ടിക്കൊരു പാഷൻ ഉള്ളത്, അല്ലെങ്കിൽ കുട്ടിക്കൊരു താല്പര്യമുള്ള മേഖല തിരഞ്ഞെടുത്ത് കുട്ടീനെ വിട്ടാലേ കുട്ടിക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന രീതിയിൽ ഞാൻ വരച്ച വരയിലേക്ക് നീ എത്തുമെന്ന് പറയരുത്. അതിനേക്കാൾ മുകളിലേക്ക് ചിലപ്പോൾ അവർ പോയേക്കാം. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. പാരൻസിൻ്റെ അവയർനെസ്സിൽ വളരെയധികം അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പലപ്പോഴും 10th കഴിയുമ്പോൾ ഒക്കെ കുട്ടികൾ ഇങ്ങനെ കരിയർ ഗൈഡൻസ് ഒക്കെ ചോദിച്ചു വരലുണ്ടല്ലോ. അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ഇതാണ് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ ഇത് എടുത്തു. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഓർക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ പോയ ഒരു കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗൈഡൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ +2 സയൻസ് എടുത്തിരിക്കുന്ന കുട്ടികളാണ്. +2 സയൻസ് എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി ഇല്ല. കാരണം അവർ അക്ഷയയിൽ പോയിട്ട് ഈ ഇത് അപ്ലൈ ചെയ്യാൻ പോയി. അപ്പോൾ അവരോട് സയൻസ് ഗ്രൂപ്പ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അവരിത് കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് മാർക്ക് പ്രകാരം കിട്ടില്ല, പക്ഷെ റിസർവേഷൻ പ്രകാരം കിട്ടിയ സീറ്റുകളാണ്. അപ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു, അവർ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ +2 കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് 10th കഴിഞ്ഞതിൻ്റെ ബേസിൽ എന്തെങ്കിലും ജോലിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിന് പോകാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ആ സയൻസ് എടുത്തിട്ട് അവരുടെ മൊറയിൽ അത്രയ്ക്ക് ഡൗൺ ആയി, അവർക്ക് പഠിക്കാനേ സാധിച്ചില്ല. കാരണം ആ കോഴ്സുകൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നതേ ആയിരുന്നില്ല, അവർക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ അവർക്ക് അറിയില്ല, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സെലക്ഷൻ കിട്ടി, ഞങ്ങൾ പോയി എന്നുള്ളതാണ്. അപ്പം അവിടെ നമുക്ക് കുറച്ചുകൂടി ഇതിൽ പ്രാധാന്യം കൊടുക്കണം. എന്താണ് നമുക്ക് കുട്ടിയുടെ കാലിബർ അനുസരിച്ച് കുട്ടിക്ക് എന്ത് തിരഞ്ഞെടുക്കാം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചേച്ചി, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഓരോ കേസസ് ആണ് നമുക്ക് അറിയാം. പല കുട്ടികൾക്കും ഡോക്ടേഴ്സിനെ കാണാൻ മടി, മറ്റുള്ളവരെന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. അവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? അതായത് മറ്റേത് പ്രശ്നങ്ങളെയും പോലെ തന്നെയാണ് നമ്മളൊരു പനി ജലദോഷം വന്നിട്ട് ഡോക്ടറെ കാണുന്ന അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അതായത് മാനസിക രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതും ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. കാരണം ഒരു കൗൺസിലിങ്ങിന് പോയാൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റങ്ങളുണ്ട്. പക്ഷെ എന്നാലും അത് പൂർണ്ണമല്ല എന്ന് പറയാം. അപ്പോൾ കൗൺസിലിങ്ങിന് വരാനൊരു മടി കാണിക്കുക, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് എൻ്റെ കുട്ടീനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാനുള്ളൊരു പേടി, ഒരു ഭയം. നമ്മളിപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണെന്ന് പറഞ്ഞാൽ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല പാരൻസിനും വളരെ മടിയാണ്. കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് അവർ പറയുക. കാരണം കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കൂ, നിങ്ങളൊന്ന് കുട്ടീനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക, ആ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പാരൻസ് അത് മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. കാരണം കുട്ടി വളരെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവൻ്റെ എന്താ പറയുക, ഡെയിലി ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണല്ലോ നമ്മൾ സ്കൂളിൽ നിന്നായാലും അല്ലെങ്കിൽ ഒരു കൗൺസിലറെ അടുത്ത് പോകുമോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം. കാരണം നമ്മളുടെ ക്ലിനിക്കിൽ തന്നെ വരുന്ന പല പാരൻസും പറയാറുണ്ട് ഇത് രഹസ്യമായിരുന്നോട്ടെ എന്നുള്ളത്. അപ്പം കോൺഫിഡൻഷ്യാലിറ്റി വേണം, അത് വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു കൗൺസിലറെ കാണാൻ നിങ്ങൾ മടിക്കേണ്ടതുണ്ടോ, അതാണ് ചോദ്യം. അപ്പോൾ അവിടെ നമ്മൾ ഒട്ടും മടിക്കുകയല്ല വേണ്ടത്. കാരണം നമുക്ക് മറ്റേത് അസുഖങ്ങളെയും പോലെ, ഇപ്പോൾ ഒരു ജലദോഷം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും, ഒരു പനി വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും. അതുപോലെ തന്നെ നമ്മളെ മനസ്സിൻ്റെ സ്വസ്ഥത, നമ്മളെ മനസ്സിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടുക എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഹെൽപ്പ് എടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ഹെൽപ്പ് എടുക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല എന്നുള്ളത് ആളുകൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ വരുന്ന പാരൻസിനോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനൊട്ടും വൈകിക്കരുത്. ചിലവർ പ്രോബ്ലം അറിഞ്ഞിട്ടും അതൊന്നും കുഴപ്പമില്ല, നാളേക്ക് ശരിയാക്കിക്കോളും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആ സമയത്തേക്ക് അവർക്കൊരു പെട്ടെന്നൊരു സ്വിച്ച് കൊടുക്കുക. അതായത് നീ മൂഡ് ഓഫ് ആണോ, എന്നവാ നമുക്കൊന്ന് പോയി വരാം എന്നൊക്കെ പറഞ്ഞ് അതിലങ്ങ് മാറിപ്പോകും എന്ന് വിശ്വസിച്ച് വരാതിരിക്കുന്നവരുണ്ട്. പക്ഷേ കുട്ടി വീണ്ടും വലിയൊരു ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചിട്ടാവും പിന്നെ അവർ തിരിച്ച് ഒരു കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് എത്തുന്നത്. അപ്പം അത്രയും വൈകിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആ പ്രശ്നം എപ്പോൾ തിരിച്ചറിയുന്നോ അപ്പോൾ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ മടിക്കേണ്ടതില്ല എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചേച്ചി, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്കൂളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു, കൂടുതലും സമയം ഫോണിലാണ് കുട്ടികൾ എന്നാണ് വീടുകളിലുള്ള അഭിപ്രായം. അപ്പോൾ അതിനോട് എങ്ങനെയാണ് ചേച്ചി, എങ്ങനെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും?
അതായത് ഇപ്പോൾ എല്ലാ പാരൻസിനും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കുട്ടികൾ മൊബൈലിന് അഡിക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൊറോണ സമയം തൊട്ട് നമുക്ക് നിർബന്ധിതമായിട്ടും ഫോൺ അവർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി. അതുകൊണ്ട് അതിന് ശേഷം അത് പിൻവലിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരുന്നത് നമുക്ക് എങ്ങനെ അവരെ അതിൽ നിന്നും തിരിച്ചെടുക്കാം എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇപ്പോൾ കാണുന്ന ലോകം ഒരുപക്ഷെ അതിൽ മാത്രമേ ഉള്ളൂ. കാരണം എത്ര ഷോട്ടുകൾ നിങ്ങൾ കണ്ടു, എത്ര ലൈക്കുകൾ കിട്ടി, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്ത് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യും എന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടികളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ കാണുക. പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് നോക്കി മാത്രം സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ മൊബൈൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പുറത്തും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് അയച്ചു കൊടുക്കുന്ന ഒരു കാലമാണ്. അതായത് മൊബൈൽ ഈ സ്ക്രീൻ അഡിക്ഷൻ ഇല്ലാത്ത ഒരു സംഭവം ഇല്ല. ഒന്നിക്ക് ഫോൺ, അല്ലെങ്കിൽ ടി വി, അല്ലെങ്കിൽ ആപ്പ്, ഇതിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അവിടുന്ന് പുറത്തേക്കൊരു ലോകമുണ്ട് എന്നവരെ തിരിച്ചറിയിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരെ നല്ല രീതിയിലേക്ക്, അതായത് നമ്മൾ ഇതിൽ നിന്ന് അവർക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഡോപ്പമിൻ കിട്ടുന്നതുകൊണ്ടാണല്ലോ അവർ അതിലേക്ക് പോകുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് അവർക്ക് ആ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അവർ നോക്കുമ്പോൾ അവർക്കത് കിട്ടുന്നതുകൊണ്ടാണ് അവരിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പാരൻസ് ആയാലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നായാലും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് നല്ലൊരു വെക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ക്വാളിറ്റി ടൈം കൊടുക്കുക. ഫാമിലി ആണെങ്കിൽ ഇപ്പം ഒട്ടും കിട്ടാത്തൊരു സാധനമാണ് അത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അതായത് മറ്റ് സ്ക്രീനുകളൊന്നും ഇല്ലാതെ തന്നെ ഈ പാരൻസും കുട്ടികളും ഒന്നിച്ചിരിക്കേണ്ട ഒരു സമയം. നമ്മളടുത്ത് വരുന്ന കുട്ടികളോട് നമ്മളത് പറയാറുണ്ട്, പാരൻസിനോട് നമ്മൾ പറയാറുണ്ട്, നിർബന്ധമായിട്ടും കുട്ടിക്ക് നിങ്ങൾ ക്വാളിറ്റി ടൈം കൊടുത്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് പ്രദാനം ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ മൊബൈൽ വാങ്ങി വെക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ദുരവസ്ഥകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം പെട്ടെന്ന് പോയ ഒരു ദിവസം കൊണ്ട് ദേഷ്യത്തിൽ മൊബൈൽ വാങ്ങി വെക്കുന്ന പാരൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ പൊട്ടിച്ച് കളഞ്ഞ പാരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനത്തെ കുട്ടികളിൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ചെയ്യാതെ നമ്മൾ അവിടെ ചെയ്യേണ്ടത് മറ്റൊരു രീതിയിലേക്ക് അവരെ മാറ്റുക. ഈ മൊബൈലിന് പകരം സപ്ലിമെന്റ് ചെയ്യാൻ നമ്മളുടെ അടുത്ത് മറ്റൊരു സാധനം വേണം അവിടെ. അതിലേക്ക് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ അവർ അതിൽ നിന്ന് പിൻവലിക്കേണ്ടത്. അങ്ങനെ പിൻവലിച്ച് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കുട്ടിക്ക് അതിൽ മാറ്റം ഉണ്ടാവും. ഇത് മാത്രമല്ല, ലോകം പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് അവനെ തിരിച്ചറിയാൻ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പം സ്കൂളുകളിൽ, അല്ലെങ്കിൽ സ്കൂളുകളുടെ ആ ഒരു വെക്കേഷൻ സമയത്ത് സമ്മർ ക്യാമ്പുകളും, അല്ലെങ്കിൽ അതുപോലെ അവന് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മേഖലകളുണ്ട്. അത്തരം മേഖലകളിലൊക്കെ ഉള്ള ക്ലാസ്സുകളോ പ്രോഗ്രാമുകളിലോ ഒക്കെ പങ്കെടുക്കാൻ അയക്കുകയും ആളുകളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലേക്ക് ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും പ്രാപ്തമാക്കുന്ന രീതിയിൽ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അഡിക്ഷനൊക്കെ മാറ്റി അവരെ നല്ല വ്യക്തികളായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയും നേരം നമ്മളോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.